ഭാസ്കർറാവുജി തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ദത്താജിയേക്കാളും കൂടുതൽ ഭാസ്കർറാവുമാണ് സ്വാധീനം ചെലുത്തിയത്. പിന്നെ പരമേശ്വർജി ഭാസ്കർറാവിന് സംഘപ്രവർത്തനത്തിൽ മാത്രമാണ് ഭാസ്കർറാവിനെ കണ്ടിട്ടുള്ളത്. പരമേശ്വർജി ആദ്യം സംഘപ്രചാരകനായിട്ടും പിന്നീട് ജനസംഘത്തിൻ്റെ പ്രചാരകനായിട്ടും കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനസംഘത്തിൻ്റെ കാലം കഴിഞ്ഞ് ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം ഡൽഹിയിൽ പോയി. അപ്പോൾ ആ സമയത്താണ് ആ സ്ഥാപനത്തിൻ്റെ ഇൻ്റലക്ച്വലായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പുഷ്കലമായ കാലഘട്ടം എന്ന് പറയാവുന്നത് അതാണ്. പരമേശ്വർജി ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് ആ നിലയിൽ ഡൽഹിയിലെ ഈ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മേധാപരമായിട്ടുള്ള രംഗത്തെ ഏറ്റവും പ്രശസ്തന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചിട്ടുണ്ട്. വി ആർ കൃഷ്ണയ്യർ അതിനടുത്താണ് താമസിച്ചിരുന്നത്. വി ആർ കൃഷ്ണയ്യരുടെ വീട്ടിൽ പോയി. അപ്പോൾ ബാക്കി ഉള്ള ആളുകൾക്കൊക്കെ കൃഷ്ണയ്യരോടുള്ള ചൊറുക്കുണ്ട് ഈ സമയത്ത്. കൃഷ്ണയ്യർ ഒരു പറ്റിക്കുന്ന ആളാണെന്നുള്ള മട്ടിലാണ്. പക്ഷേ പരമേശ്വർജിയോട് പോയി അദ്ദേഹത്തെ കണ്ടു. എന്നിട്ട് കൃഷ്ണയ്യരെ അങ്ങോട്ട് ക്ഷണിച്ചു. കൃഷ്ണയ്യർ അവിടെ ചെന്ന് ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളുണ്ടല്ലോ, 2-3 പ്രാവശ്യം പോയി സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ പ്രസംഗങ്ങളൊക്കെ ഏത് വിഷയത്തെക്കുറിച്ചും എത്രയും മെച്ചമായിട്ട് പറയാനായിട്ട് കൃഷ്ണയ്യരെ കവിഞ്ഞ വേറൊരു വ്യക്തി ഉണ്ടാവുള്ളൂ. അതൊക്കെ അദ്ദേഹം തെളിയിച്ചോടെ പരമേശ്വർജി. പിന്നെ പരമേശ്വരിയുടെ വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഈ ആദർശപരമായിട്ട്, അതായത് ആശയപരമായിട്ട് ഒരു ധാരയുണ്ട് ആധുനിക ഭാരതത്തിൽ. അതിൽ ഒന്ന് ദീൻദയാൽജിയുടെ, ഒന്ന് ജയപ്രകാശ് നാരായണൻ്റെ, മറ്റൊന്ന് ഡോക്ടർ ലോഹിയുടെ. ഈ 3 പേരും മൗലികമായിട്ടുള്ള രാഷ്ട്രചിന്ത ഉള്ള ആൾക്കാരാണ്. അതിൽ ഡോക്ടർ ലോഹ്യ ഒരവസരത്തിൽ സംസാരിച്ചിരുന്നു, ഈ ഇന്ത്യ പാകിസ്ഥാനുള്ള വിഭജനം ഉണ്ടല്ലോ, ആ വിഭജനമാണ് നമ്മുടെ രാജ്യത്തിന് 2 രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ ദ്രോഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വിഭജനം ഇല്ലാതാക്കാനായിട്ട് ഉള്ള ശ്രമമാണ് ഇനി വേണ്ടതെന്ന് സംസാരിച്ചിരുന്നു. വാസ്തവത്തിൽ ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ ചരമദിനം ജനസംഘം എല്ലാ കാലത്തും അഖണ്ഡ ഭാരത ദിനമായിട്ട് ആചരിക്കാറുണ്ടായിരുന്നു. പരിപാടികളൊക്കെ നടത്താറുണ്ടായിരുന്നു. പക്ഷേ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും ഒരു താല്പര്യമില്ലല്ലോ. അങ്ങനെ നടക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഈ ദീൻദയാൽജിയും ഡോക്ടർ ലോഹിയും ജയപ്രകാശ് നാരായണനും കൂടെ ചേർന്നിട്ട് ഒരു സംയുക്ത പ്രസ്താവന, നമ്മുടെ വിഭജനം റദ്ദാക്കണം, വീണ്ടും ഈ 2 രാജ്യങ്ങളും കൂടെ ഒന്നായിട്ട് പഴയ പോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സംയുക്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ചതിൻ്റെ പിന്നിൽ പരമേശ്വർജി ആയിരുന്നു. അത് പലർക്കും അറിയില്ല. ആ ഒരു കാര്യം പരമേശ്വർജി അവിടെ ചെയ്തിട്ടുള്ള വലിയ കാര്യമാണ്. പിന്നെ വേറൊന്ന്, ഈ 3 പേരുടെയും ആശയങ്ങളുണ്ടല്ലോ, അതിനിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രത്യയശാസ്ത്രം, ആ ആശയങ്ങളെ താരതമ്യം ചെയ്യുന്ന ലേഖനങ്ങൾ ധാരാളം അവരുടെ മാസികയിൽ വരാറുണ്ടായിരുന്നു. മന്ഥൻ മാസികയിൽ. മന്ഥൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, തൈര് കടയുന്നതിനാണ് മന്ഥൻ എന്ന് പറയുക, പാല് കടയുന്നതിന്. അത് കടഞ്ഞിട്ട് അതിൽ നിന്ന് വെണ്ണ വരും. ആ ഉദ്ദേശത്തിലാണ് അതിന് മന്ഥൻ എന്ന് പേരിട്ടത്. ആ മന്ഥൻ ആദ്യം 3 മാസത്തിലൊരിക്കലായിരുന്നു എനിക്ക് തോന്നുന്നത്. അത് ആ സമയത്ത് ആ മന്ഥൻ മാസിക ഈ ത്രൈമാസികം വരുത്തി വായിക്കുന്നവർക്ക് ഈ ബൗദ്ധികമായിട്ടുള്ള വലിയ ഉണർവുണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു. അത്രയും ഗംഭീരമായിട്ട് ഒരു ആശയങ്ങളെയൊക്കെ അപഗ്രഹിക്കാനും അവതരിപ്പിക്കാനും കഴിയുന്നത് പരമേശ്വരിക്ക് മാത്രമാണ്. വേറെ ആരുമില്ല ആ തരത്തിൽ പറയാനുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പരമേശ്വരിക്ക് മടുത്തു. ഡൽഹിയിലെ താമസം എന്ന് പറഞ്ഞാൽ കാര്യാലയത്തിലാണ് താമസം. അവിടുന്ന് അടുത്ത് തന്നെയാണല്ലോ. അവിടെ വരും. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ അവിടെ തന്നെ ആയിരിക്കും. ധാരാളം ആൾക്കാർ അവിടെ വരും. അങ്ങനെ ഒരു ബുദ്ധിജീവികളുടെ ജീവി എന്ന് പറയാമോ, ഇൻ്റലക്ച്വൽസിൻ്റെ ഒരു സമ്മേളന രംഗമായിട്ട് മാറി അത്. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് വെറും ചപ്പടാച്ചി വാക്കാണ്. അങ്ങനെ ഒരു സാമൂഹ്യ നവോത്ഥാനമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഹൈന്ദവ നവോത്ഥാനമാണെങ്കിലും ശരി, അതെല്ലാം സങ്കുചിതമായിട്ടുള്ള ജാതിചിന്തയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും. അതിനപ്പുറത്തേക്ക് ഈ നവോത്ഥാനമൊന്നും ചെന്ന് എത്തിയിട്ടില്ല. പക്ഷേ കേരളത്തിൻ്റെ ആ ഒരു നവോത്ഥാനം തുടങ്ങിയത് എവിടുന്ന് തുടങ്ങിയത്, എപ്പോൾ തുടങ്ങി? ശരിക്കും പറയുകയാണെങ്കിൽ അത് തുടങ്ങിയത് ഇന്ന് കന്യാകുമാരി ജില്ലയിലുള്ള നാഗർകോവിലിനടുത്തുനിന്നാണ്. വൈകുണ്ഠനാഥർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ ചാന്നാർ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ചാന്നാന്മാർ ഈ പന ചെത്തി കള്ളെടുത്ത് വിൽക്കുന്ന സ്വഭാവക്കാരാണ്. ആ വൈകുണ്ഠനാഥരുടെ അദ്ദേഹത്തിൻ്റെ പേര് വേറെ എന്തോണ്. വൈകുണ്ഠനാഥൻ മുത്തുക്കുട്ടി ചാന്നാർ എന്ന മറ്റാണ് പേരുന്നത്. മുത്തുക്കുട്ടി ചാന്നാർ അങ്ങനെ എന്താണ് പേര്. അപ്പോൾ അയാൾ വളർന്നു വരുന്ന സമയത്ത് അയാൾക്ക് ഒരു വെളിപാടുണ്ടായി എന്നാണ് പറയുന്നത്. എന്നിട്ട് മുത്തുക്കുട്ടി അവിടുന്ന് പോയി
നാഗർകോവിലിൽ നിന്ന് പോയിട്ട് തിരുനെൽവേലിയിലോ അവിടെ എവിടെയോ ചെന്നൊരു കടലിൽ പോയി. അങ്ങനെ 3 ദിവസം കടലിൽ മുങ്ങിക്കിടന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം തിരിച്ചു കയറി വന്നപ്പോഴാണ് ഈ വൈകുണ്ഠനാഥർ, അദ്ദേഹം മഹാവിഷ്ണുവിനെ ദർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് വൈകുണ്ഠനാഥർ എന്നുള്ള പേര് സ്വീകരിച്ച് വന്ന് ഈ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ പ്രസംഗിച്ച് നടക്കാൻ തുടങ്ങിയത്. അദ്ദേഹം തിരിച്ച് നാഗർകോവിലിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നാഗർകോവിലിന് അടുത്ത ഏതോ ഒരു സ്ഥലത്ത് ഒരു കേന്ദ്രമൊക്കെ സ്ഥാപിച്ചു. എന്നിട്ട് ഈ 4 ശിഷ്യന്മാരുണ്ടായി. 4 ശിഷ്യന്മാർക്കും ധർമ്മസിദ്ധർ, ഭീമസിദ്ധർ, അർജുനസിദ്ധർ, നകുലസിദ്ധർ, സഹദേവസിദ്ധർ, അങ്ങനെയാണ് 4 പേര്. എന്നിട്ട് അവരെ 4 സ്ഥലത്ത് താമസിപ്പിച്ചു. എന്നിട്ട് തണ്ണീർ പന്തലുകൾ എന്നാണ് അവരുടെ കേന്ദ്രത്തിങ്ങളുടെ പേര്. അങ്ങനെയുള്ള തണ്ണീർ പന്തലുകൾ സ്ഥാപിച്ചു. പിന്നെ ഈ ജാതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് ശുചീന്ദ്രത്തെ തേരോട്ടം, ആ രഥം വലിക്കുന്നത് നാട്ടുകാരാണ്. പക്ഷെ താഴ്ന്ന ജാതിക്കാർക്ക് ആ രഥം ആ കയറെ പിടിക്കാനായിട്ടുള്ള അവകാശമില്ല. എല്ലാം ഈ ബ്രാഹ്മണർക്കും പിള്ളമാർക്കും നായന്മാർക്കും മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഒരു 10-200 ആൾക്കാരെ കൊണ്ടുപോയി ആ തേര് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു. അപ്പോൾ മറ്റവരൊക്കെ വിട്ടുപോയെങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ വലിച്ചോളാം എന്ന് പറഞ്ഞ് അന്ന് തേര് വലിച്ച് പരിപാടി നടത്തി. അപ്പോൾ ഈ ഉയർന്ന ജാതിക്കാർക്കെതിരായിട്ട് ഇവർ ഈ പന കയറി കള്ളെടുത്തുകൊണ്ടൊന്ന് കരിപ്പെട്ടി ഉണ്ടാക്കിയത് വിതരണം ചെയ്യാണ് ഇവരുടെ പണി. വേറെ ഒരു പണി ചെയ്യാനും സമ്മതിക്കില്ല. പിന്നെ ഈ തോൾശീല സമരം എന്നൊരു സമരമുണ്ട്. അന്ന് മാറുമറിക്കാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല, ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തോൾശീല സമരം നടത്തി. ആ സമരം നടത്തി അതും വളരെ ശക്തമതായിട്ട് വന്നു. ആ സമരവും വിജയിച്ചു. അവസാനം തമിഴ്നാട്ടിലുള്ള അവരുടെ, അതായത് നാഗർകോവിലിലെ തിരുനെൽവേലിയിലുള്ള അവരുടെ അതേ ജാതിക്കാർക്ക് ഉള്ള അവകാശങ്ങളെല്ലാം അവർക്കും കിട്ടിയെന്നർത്ഥം. അങ്ങനെ ഈ വൈകുണ്ഠനാഥരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വർദ്ധിച്ച സമയത്ത് അവരെല്ലാം കൂടെ പരാതി കൊടുത്തു. ഇന്ന് സ്വാതിരുന്നാളാണ് രാജാവ്. സ്വാതിരുന്നാൾ രാജാവ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അവിടെ മണക്കാട് എന്നൊരു സ്ഥലമുണ്ട്, പത്മനാഭക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ആ തെക്ക് വശത്തായിട്ട്. അവിടെ അന്ന് അവിടെയായിരുന്നു ഈ മൃഗശാല. ആ മൃഗശാലയിൽ കടുവാക്കൂട്ടിൽ കൊണ്ടുപോയിട്ടു, കടുവ തിന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ വൈകുണ്ഠസ്വാമികൾ ആ കടുവകളെയൊക്കെ തലവലിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കടുവകളൊക്കെ ഇദ്ദേഹത്തിന് മുമ്പിൽ വെറും നായ്ക്കളെ പോലെയാണ് പെരുമാറിയതെന്നാണ് കഥ. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നാഗർകോവിലിൽ നിന്ന് അവിടെ നിന്നുള്ള ആൾക്കാരെ വലിയ ഒരു പ്രകടനമായിട്ട് തിരുവനന്തപുരത്ത് വന്ന് സ്വാതിരുന്നാൾ നേരിട്ട് അവരുമായിട്ട് സംസാരിച്ചെന്നും ഇദ്ദേഹത്തെ വിട്ടയച്ചു എന്നുമാണ് ജീവചരിത്രം പറയുന്നത്. പിന്നെ ഇദ്ദേഹം 4 ശിഷ്യന്മാരെ, എന്നിട്ട് ഈ തണ്ണീർ പന്തലുകളാണ് അവരുടെ കേന്ദ്രം. ഓരോ സ്ഥലങ്ങളിലും തണ്ണീർ പന്തലുകൾ സ്ഥാപിച്ചു. ആ തണ്ണീർ പന്തലുകൾ ഒരു കാലത്ത് അത് തമിഴ് പ്രദേശങ്ങളിൽ ഇട്ട് വടക്കോട്ടും വന്ന് ഏതാണ്ട് കൊട്ടാരക്കര, ചെങ്ങന്നൂർ വരെ തണ്ണീർ പന്തലുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് പോയി എന്ന് തോന്നുന്നു. പാലക്കാട്ടുകാരനൊരു സദാനന്ദ സ്വാമിയും അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം കൊട്ടാരക്കര സദാനന്ദാശ്രമമുണ്ട്, തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കും. ഒരു 800 ഏക്കർ സ്ഥലം അവിടെ സദാനന്ദാശ്രമമുണ്ട്. അങ്ങനെ ഇദ്ദേഹം 4 ശിഷ്യന്മാരെ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാണ്ഡവന്മാരുടെ പേരാണ് അവർക്ക്. പിന്നെ ഈ ഭൂപരിഷ്കരണം വേണം. ഭൂപരിഷ്കരണവും സമ്പത്തിൻ്റെ വിതരണവും സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പുറത്തു വന്നു. ആ ആശയങ്ങൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കാറൽ മാർക്സ് ദാസ് ക്യാപിറ്റൽ എഴുതുന്നതിന് മുമ്പ് ഈ സമ്പത്തിൻ്റെ വിതരണത്തെക്കുറിച്ചൊക്കെ അത് പറയുന്നുണ്ടല്ലോ. ഈ വൈകുണ്ഠസ്വാമികൾ അവിടെ നടപ്പാക്കി എന്നുള്ളതാണ്. ഇന്ന് കാറൽ മാർക്സ് ജനിച്ചിട്ട് പോലുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു ആദ്യത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരുനാഥനായിരുന്ന ഈ തൈക്കാട്ട് അയ്യ സ്വാമികൾ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ആ തൈക്കാട്ട് അയ്യ സ്വാമികൾ വൈകുണ്ഠസ്വാമികളുടെ അടുക്കൽ പോയി യോഗാഭ്യാസം പഠിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് തിരുവനന്തപുരത്ത് അയ്യാസ്വാമി, തൈക്കാട്ട് അയ്യ എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഈ റെസിഡൻസി ഉണ്ട്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ് ഇപ്പോൾ അത്, പഴയ കാലത്ത് റെസിഡൻറ്റ് താമസിച്ചത്, അതിൻ്റെ ഭരണത്തിൽപ്പെട്ട ആളായിരുന്നു തൈക്കാട്ട് അയ്യ സ്വാമികൾ. തൈക്കാട്ട് അയ്യ സ്വാമികളിൽ വന്നത് ചട്ടമ്പി സ്വാമികളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും. അങ്ങനെ ആ പാരമ്പര്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ പരിഷ്കരണ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മളിവിടെ പറയുമ്പോഴും ചട്ടമ്പി സ്വാമികൾ നടത്തുന്നതിനെ പറ്റി പറയുമ്പോഴും അവരുടെയൊക്കെ എന്താ ഒരു മൂല കർത്താവായിട്ട് നിൽക്കുന്നത് ഈ വൈകുണ്ഠസ്വാമികളാണ്. ഇപ്പോൾ സംഘം കൊണ്ടുവന്നിട്ടുള്ള നവോത്ഥാനം എന്ന് പറയുന്നത് ശാഖാപ്രവർത്തനങ്ങൾ വഴിയാണല്ലോ. സംഘത്തിൻ്റെയും പിന്നിലുള്ള ആശയം ഹിന്ദു സമാജം ഒന്നെന്നുള്ളതാണ്. അത് അവരെയൊക്കെ പരിപൂർണമായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ്, അതായത് ഇത്തരത്തിലുള്ള സിദ്ധന്മാരുടെയും യോഗിമാരുടെയും പരിഷ്കർത്താക്കളുടെയും ഒക്കെ പാരമ്പര്യം നിലനിർത്തണം, അത് തുടരണം
എന്നാവശ്യപ്പെടുന്ന എന്നാഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സംഘം. സംഘത്തിൻ്റെതായിട്ടുള്ള മാർഗമുണ്ട്. പക്ഷേ ഇവരെയെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇവരെയെല്ലാം നമ്മൾ നമ്മുടെ ആരാധ്യന്മാരായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഭാരത ഭക്തി സ്തോത്രത്തിൽ ഇവരുടെയൊക്കെ പേര് വന്നത്. വാസ്തവത്തിൽ വൈകുണ്ഠനാഥസ്വാമിയുടെ ഒന്നും വന്നിട്ടില്ല, എങ്കിലും കേരളത്തിൽ നിന്ന് ശങ്കരാചാര്യരുണ്ട്, നാരായണ ഗുരുവുണ്ട്. അങ്ങനെ പേര് ചേർക്കാമെങ്കിൽ ഒരുപാട് ആൾക്കാരെ ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു പാരമ്പര്യം അങ്ങനെ നമുക്ക് പറയാനുണ്ടെന്ന് പറയാം. ഇപ്പോൾ അതേപോലെ പാരമ്പര്യമാണ് നമ്മുടെ വാക്കപ്പടാനന്ദ ഗുരുദേവൻ. വാക്കപ്പടാനന്ദ ഗുരുദേവനും കന്യാകുമാരി വരെ പോയിട്ടുണ്ട്. നാഗർകോവിൽ അദ്ദേഹത്തിന് ആസ്ഥാനം ഉണ്ടായിരുന്നു. നാഗർകോവിൽ വളരെ കാലം താമസിച്ചിട്ടുണ്ട്. പിന്നെ ഈ പഴയ തിരുവിതാംകൂറിലെ NSSൻ്റെയും SNDPയുടെയും ഒക്കെ നേതാക്കന്മാർ ഈ വാക്കപ്പടാനന്ദ സ്വാമിയെ അതിഥിയായിട്ട് താമസിപ്പിച്ചിരുന്നത് സമുദായത്തിൽ കേശവക്കുറുപ്പ് എന്ന് പറയുന്ന ഈ ഇവിടെയുള്ള ചേർത്തലയ്ക്കടുത്തുള്ള ആളാണ്. കറുകച്ചാൽ അദ്ദേഹത്തിൻ്റെ അതിഥിയായിട്ടാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് മംഗളാനന്ദ സ്വാമി ഉണ്ടായിരുന്നു. മംഗളാനന്ദ സ്വാമിൻ്റെ വളരെ കാലം ആ പാരമ്പര്യം കൊണ്ട് നടന്നു. അതേപോലെ ആരെ എടുത്താലും ഇങ്ങനെയാണ് കാണുക. ഈ വാഗ്ഭടാനന്ദ സ്വാമിയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പാളിച്ച വന്നത് പിന്നീട് എങ്ങനെയാണെന്നറിയാമോ? ഈ വാഗ്ഭടാനന്ദ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഈ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകൾ. അവിടെ ഈ ധർമ്മ പ്രഭാഷണം നടത്താനായിട്ട് ധാരാളം ആൾക്കാരെ അദ്ദേഹം തയ്യാറാക്കി പഠിപ്പിച്ചു. അങ്ങനെ ധാരാളം പെൺകുട്ടികളും വന്നു. അങ്ങനെ വന്ന ആ പെൺകുട്ടികളാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രാസംഗികരായി തീർന്നിട്ടുള്ളത്. വളരെ അതിലൊരാൾ കണ്ണൂരിലെവിടെയാണ്, പാനൂർ ഭാഗത്തോടെ ഉണ്ട്. അവരുടെ പേരൊക്കെ ആ വാഗ്ഭടാനന്ദ സ്വാമിയുടെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർന്നു വന്ന സമയത്ത് പുനപ്രവലാറിൻ്റെയൊക്കെ ആ കാലത്ത് അവിടെ നിന്ന് കമ്മ്യൂണിസം പ്രസംഗിച്ച് നടന്നിരുന്നവരധികവും ഈ വാഗ്ഭടാനന്ദൻ്റെ പരിശീലനത്തിൽ നിന്ന് വന്നവരാണ്. നമ്മുടെ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആൾ മംഗളാനന്ദ സ്വാമി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളവരൊക്കെ മാറിപ്പോയിരുന്നു. വടക്ക് അഴീക്കോടും സുകുമാർ അഴീക്കോടുമാണ് ഇപ്പോഴും വാഗ്ഭടാനന്ദ സ്വാമിയെക്കുറിച്ച് വടക്ക് പറയുന്ന ആൾ. വേറെ ആരുമില്ല.